ആദ്യം പരിചയപ്പെടുന്ന ഒരു സെഡാൻ ടൈപ്പ് വണ്ടി 2018 മോഡൽ 2017 മോഡൽ 18 രജിസ്ട്രേഷൻ നിസാൻ്റെ സണ്ണിയാണ്. സിംഗിൾ ഓണർ. അടുത്ത 2023 മാരുതി ബ്രസ ZXi പ്ലസ് ആണ്. ഹൈബ്രിഡ് സിംഗിൾ ഓണർ 56,000 കിലോമീറ്റർ. ഇത് വോക്സ്വാഗൻ അമിയോ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. അടുത്ത ഹ്യുണ്ടായി i20 ആണ് 2017 മോഡൽ സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് 47,000 കിലോമീറ്റർ. അടുത്ത വീണ്ടും ഒരു ഓട്ടോമാറ്റിക് 2021 മോഡൽ മാരുതി ഇഗ്നിസ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എങ്ങനെ? സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്കും കല്ലുവാതുക്കലിനും ഇടയ്ക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഹെവൻ മോട്ടോഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്ഥിരം നമ്മൾ വരുന്നൊരു ഷോപ്പ് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന, അതായത് ഇവരുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റി ഉള്ളതും എന്നാൽ അത്യാവശ്യം നല്ല പൈസ ആവുന്നതുമായ വണ്ടികളാണ് കിടക്കുന്നത്. അതായത് ഒരു വണ്ടി എടുത്ത് നമുക്കൊരു 2-3 വർഷത്തേക്കൊക്കെ വലിയ പണിയൊന്നും ഇല്ലാതെ കൊണ്ടു കിടക്കാൻ പറ്റുന്നതും വിശ്വസിക്കാവുന്നതുമായ വണ്ടികളാണ് തോനെ കിടക്കുന്നത്. അതായത് ഒരുപാട് പഴക്കമുള്ള വണ്ടികളില്ല എന്നുള്ളതാണ് സാരം. അതായത് ഒരു വണ്ടിക്കും തുരുമ്പിൻ്റെയോ പാച്ച് വർക്കിൻ്റേതായോ വലിയ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് കിടക്കുന്നത്. ഏകദേശം ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടികളാണ് തോനെയും കിടക്കുന്നത്. അത്തരത്തിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇനി ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. സാറേ നമസ്കാരം. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തിൻ്റെ ഈ മാസത്തിൻ്റെ അവസാന ഘട്ടത്തോട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടികളുടെ വില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറഞ്ഞാൽ നമുക്ക് സെയിലുണ്ടാവും. മയത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത് ഭയങ്കര വിലയെന്നാണ് പറയുന്നത്. വില മാത്രമൊക്കെ വിലയുടെ കൂടെ വണ്ടിയുടെ ക്വാളിറ്റി കൂടെ നോക്കണുണ്ട്. ഈ പറഞ്ഞ മറ്റേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി, പറഞ്ഞ മറ്റേ കിലോമീറ്റർ, ഇതെല്ലാം കൂടെ നോക്കിക്കും. കാരണം നമ്മളിപ്പം വില കുറച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കിലോമീറ്റർ കൂടിയതായിരിക്കാം. 1, 2 മറ്റേ ആക്സിഡൻറ്റ് ക്ലെയിം, കമ്പനി സർവീസൊന്നും അല്ലാത്തൊരു വണ്ടിയായിരിക്കാം. ഇതിപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു സംഭവമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കോ, അത് മറ്റേതായിട്ട് കമ്പയർ ചെയ്ത് ഡയറക്റ്റ് പിന്നെ വിത്ത് വാറണ്ടി എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കിക്കോ. എത്ര വർഷം വാറണ്ടി? 1 ഇയർ വരെ വാറണ്ടി. 1 ഇയർ വാറണ്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം എവിടെയാണെന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്തു. സ്ഥാപനം എന്ന് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട്, അതായത് മറ്റേ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഷീമാട്ടിക്കും കല്ലുവാതുക്കലിനും ഇടയ്ക്കായിട്ട് വരും. കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലം. തൊട്ടിപ്പുറത്തൊരു പെട്രോൾ പമ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഒരു പള്ളിയുണ്ട്. അവിടെയാണ് സ്ഥാപനം. തൊട്ടിപ്പുറത്തായിട്ട് പല സൈഡിലായിട്ട് ഒരു ഇസാഫിൻ്റെ ഒരു ബാങ്കും ATM കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ നോക്കാം. ആദ്യം പരിചയപ്പെടുന്ന ഒരു സെഡാൻ ടൈപ്പ് വണ്ടി 2018 മോഡൽ 2017 മോഡൽ 18 രജിസ്ട്രേഷൻ നിസാൻ്റെ സണ്ണിയാണ്. സിംഗിൾ ഓണർ. 21,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളേ. ജെനുവിൻ സർവീസ്. 21,000 കിലോമീറ്റർ. അപ്പോൾ നേരത്തെ പറഞ്ഞത് കുറച്ചെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? അല്ല, ഞാൻ ആദ്യം ഈ വണ്ടിയിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ വിലയൊക്കെ എന്തെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ. മാറ്റിക്കോ. കാരണം 21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ തന്നെ. ഫുൾ കമ്പനി സർവീസ്. 2023 ഡിസംബറിലാണ് ലാസ്റ്റ്, 24ലാണ് ലാസ്റ്റ് സർവീസ്. ഇതിലുള്ള A to Z സർവീസും കമ്പനി തന്നെ ചെയ്തേക്കുന്നത്. അതിന് മുന്നേ 2023 18,000 സർവീസ് ചെയ്തേക്കുന്നത്. A to Z കമ്പനി ഹിസ്റ്ററി ഉൾപ്പെടെ പ്രിന്റ് വൈസായിട്ട് കയ്യിലുണ്ട്. ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? പ്രൈസ് വന്നിട്ട് 4,10,000 രൂപ. വണ്ടിയുടെ ക്വാളിറ്റി മാറുന്ന അനുസരിച്ച് പൈസ മാറുമെന്ന് നേരത്തെ പറഞ്ഞ ഇതാണല്ലേ? സ്വാഭാവികം. പെട്രോൾ വേരിയൻ്റാണ്. പെട്രോൾ മൈലേജ് എന്താണ്? പക്ഷേ 15-16 വരെ കിട്ടും മൈലേജ്. ആ റേഞ്ച് കിട്ടും. അടുത്തത് 2019 മോഡൽ സെലേറോ VXi ഓട്ടോമാറ്റിക് വേരിയൻ്റ്. സിംഗിൾ ഓണർഷിപ്പ്. 30,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. സെലേറിയോ ZXi ടോപ്പ് വേരിയൻ്റ് ആണ്. എന്ത് ഓടി? 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഒക്കെ ജെനുവിനാണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, ഒരു കുഴപ്പമില്ല. തെളിവ് സഹിതമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ടോപ്പ് വേരിയൻ്റ്. ടോപ്പ് വേരിയൻ്റ്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,85. 4,85,000. ടയറൊക്കെ ആവറേജ് ടയേഴ്സ് കിടക്കുന്ന ആ ഫസ്റ്റ് ടയർ കിടക്കണം. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഏതാ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. അടുത്ത വീണ്ടും ഒരു ഓട്ടോമാറ്റിക് 2021 മോഡൽ മാരുതി ഇഗ്നിസ് ഓട്ടോമാറ്റിക്.
ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്റർ. ഇഗ്നിസ് ഓട്ടോമാറ്റിക് സീറ്റ വേരിയൻ്റാണ്. ഫുൾ കമ്പനി സർവീസ് 29,000 കിലോമീറ്റർ. 29. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്. ഒരു വണ്ടിയിൽ എന്തൊക്കെ പറഞ്ഞാൽ അതെല്ലാം ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനകത്തുണ്ട്. സീറ്റ് കവറൊക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, ആംറസ്റ്റ് വെച്ചിട്ടുണ്ട്, അങ്ങനെയും കൂടി ഉണ്ട്. അതൊക്കെ അഡീഷണൽ ഉണ്ട്. ടയറെല്ലാം ഫസ്റ്റ് ടയർ 29 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ചോദ്യം എത്രയാണ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 6,15,000 രൂപ. 6,15,000. ഓട്ടോമാറ്റിക്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2019 മോഡൽ ചെറിയൊരു സെഗ്മെൻറ്റ് സെലറി പറഞ്ഞു, ഇപ്പം മറ്റേ ഇത് ഇഗ്നിസ് പറഞ്ഞു. പിന്നെ 2019 ഒരു ഓട്ടോമാറ്റിക്കും ഉണ്ട്. അത് മറ്റേ ഡാറ്റ്സൺ റെഡിഗോ 17,000 കിലോമീറ്റർ 2019 വണ്ടി ഇന്ന് വൈകിട്ട് സ്റ്റോക്കിൽ കയറുന്നത്. അപ്പോൾ 2019 വണ്ടി. അത് എൻ്റെ പ്രൈസ് വന്നിട്ട് 2,95, ഏകദേശം 2.5 വരെ ലോൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സെലറി ആയാലും നമുക്ക് 90% വരെ ലോൺ ചെയ്യാം. ഇത് നമുക്ക് 90-100% വരെ വേണമെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. ഇത് വോക്സ്വാഗൻ അമിയോ 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീസെൻ്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വാഹനമാണ്. സെക്കൻഡ് ടയർ അത് ഓടിയിട്ടുണ്ട്. 65,000 കിലോമീറ്റർ. അത്യാവശ്യം മറ്റേ സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്. ഇത് ബേസ് ആണ്? അല്ല, സെക്കൻഡ് വേരിയൻ്റാണ്. കംഫോർട്ട് ലൈനാണ് വരുന്നത്. അതായത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഇത്ര ഫീച്ചേഴ്സിനത് വരുന്നുണ്ട്. മൈലേജ് എന്തിട്ട്? ഏകദേശം 15-16 വരെ കിട്ടുന്നത്. പെട്രോളാണ്? പെട്രോൾ. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് ടയർ കുറച്ചുകൂടി നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? പ്രൈസ് വന്നിട്ട് 4,500 വരുന്നത്. 4,500. എത്ര? ഇതും 100% ലോൺ കിട്ടുമോ? 100% ലോൺ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ 10-15,000 അങ്ങോട്ട് വേണമെങ്കിൽ തരാമേ. അടുത്ത ഒരു ഹുണ്ടായി ഗ്രാൻഡ് ഐട്ടണ് 2017 മോഡൽ, സിംഗിൾ ഓണർ, 62,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, ഡോക്ടർ യൂസ്ഡ് വണ്ടി. സ്പോർട്സ് ആണ്. i10 ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ്, സിംഗിൾ ഓണർ, മറ്റേ AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കമ്പനി പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. മാനുവലാണ്? ഏതാ? മാനുവലാണ്. മാനുവൽ. ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,25,000 രൂപ. സാറേ 2025 വിലയൊക്കെ കുറച്ച് പറ. അത് തന്നെ കുറച്ചാൽ നമുക്ക് കച്ചവടം നടക്കണ്ടേ? തീർച്ചയായിട്ടും. ചുമ്മാ വീഡിയോ ഇട്ട് കാര്യമില്ലല്ലോ, കച്ചവടം നടക്കണ്ടേ? ഈ വില മാന്യമായ വിലയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഈ വില മാന്യമായ വിലയാണെന്ന്? കാരണം 4 ലക്ഷം രൂപ ലോൺ വേണമെങ്കിൽ ചെയ്തുതരാം. ഈ പറയുന്ന വിലയിലൊക്കെ നെഗോസിയേഷൻ ഉണ്ടല്ലോ? തീർച്ചയായിട്ടും ചെയ്തുതരാം. അടുത്ത 2023 മാരുതി ബ്രസ ZXi പ്ലസ് ആണ്, ഹൈബ്രിഡ്, സിംഗിൾ ഓണർ, 56,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. മറ്റേ ZXi പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻസ് ഇല്ല. അതായത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ഡ്യുവറല്ല 6 എയർ ബാഗ്, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, മറ്റേ 360 ക്യാമറ, പുഷ് സ്റ്റാർട്ട് ബട്ടൺ, എല്ലാം അത്യാവശ്യം എല്ലാ സൺറൂഫ് ഉണ്ട്, എല്ലാം കൂടി ഉള്ള എല്ലാം വരുന്നത് ZXi പ്ലസ് ആണ്. വണ്ടി കാണാൻ നല്ല ജോറ് വണ്ടി, കൊള്ളാം, നല്ല വൃത്തിയും. ഇത് ഓടിയിട്ടില്ലേ? എത്ര ഓടിയേ? 56 ഫുൾ കമ്പനി സർവീസ്. ലാസ്റ്റ് സർവീസ് ഈ ഒക്ടോബറിൽ 50,000 സംതിങ്ങിനാണ് ലാസ്റ്റ് സർവീസ്. ഇതിലുള്ള A to Z സർവീസും കമ്പനിയുടെ തന്നെ മറ്റേ ഇത് നിലവിലുണ്ട്, മറ്റേ വാറണ്ടി, അണ്ടർ വാറണ്ടി തന്നെ ഉള്ളതാണ്. കറക്റ്റ് 2 വർഷം പഴക്കം. എത്ര ചോദ്യം? വന്നിട്ട് 10,400. ഇത് ഇറങ്ങിയപ്പോൾ എന്തുണ്ട്? ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസായ പോലും 15.5 ലക്ഷം രൂപയുണ്ട്. ഈ വണ്ടി ഈ മോഡൽ അതായത് ZXi പ്ലസിന് ഇപ്പോഴത്തെ പ്രൈസ്, അതായത് മറ്റേ ഓഫറെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് അത്. അടുത്ത ഹുണ്ടായി i20 ആണ്, 2017 മോഡൽ, സിംഗിൾ ഓണർ, കിലോമീറ്റർ വന്നിട്ട് 47,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, 41 ലാസ്റ്റ് സർവീസ് ചെയ്ത വാഹനം, സ്പോർട്സ് വേരിയൻറ്റ്, AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്. പ്രൈസിലേക്ക് വരുമ്പോൾ തന്നെ 5,35,000 വരുന്നത്. 5,35,000 എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലൊരു നല്ല നെഗോസിയേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ചെയ്തു തരാം.
വന്ന് ബാർഗൈൻ ചെയ്യുന്നുള്ളത് കൊണ്ട് കട്ടിക്ക് കയറ്റി പറയുക എന്നുള്ളതാണ്. കട്ടിക്ക് കയറ്റി പറയുന്നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ടയർ മുട്ടയാണ്, അത് മാറി കൊടുക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ഓക്കെ. ആക്സിഡൻറ്റേഴ്സ് ഒന്നുമില്ലല്ലോ, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ലല്ലോ. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം, ബോഡി ഷേപ്പിനൊന്നും വ്യത്യാസമൊന്നുമില്ല, കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 20 തന്നെ 2019 മോഡല് ഉണ്ടായി i20 മാഗ്ന എന്ന വേരിയൻറ്റ്, സിംഗിൾ ഓണർ, 55,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് വണ്ടി. ഫുൾ ഇവിടെ എടുക്കുന്ന എല്ലാ വണ്ടിയും കമ്പനി സർവീസ് അങ്ങനെയുള്ള വണ്ടികളാണ് എടുക്കത്തുള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ആയിട്ടൊന്നും. ഇത് ഏത് വേരിയൻറ്റ്? ഇത് മാഗ്ന, AC പവർ സ്റ്റിയറിംഗ്, ഡ്യൂൽ എയർ ബാഗ്, മിഡിൽ അല്ലേ? മിഡ് ഓപ്ഷൻ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇതിൻ്റെ പ്രൈസ് വന്ന് കിലോമീറ്റർ വന്നിട്ട് 55,000 കിലോമീറ്റർ. 55,000. എന്ത് ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,500 വരുന്നു. 5,500. ഓക്കെ. വണ്ടി 5,500. മറ്റേ വേണമെങ്കിൽ ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് 2016 മോഡൽ ഹോണ്ട സിറ്റി VS സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ, 76,000 ലാസ്റ്റ് സർവീസ്. ഇത് നേരെ തന്നെ മറ്റേ അത് V ആണ്, സെക്കൻഡ് ഓപ്ഷൻ. അത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോവിയിൽ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം. ഇത് സെക്കൻഡ് വേരിയൻ്റാണ്. മൈലേജ് എന്തുണ്ട്? 15 കിട്ടും. 15. പെട്രോൾ അല്ലേ? പെട്രോൾ. അത് ഇതും അതായത് 2024 8 മാസം 76 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ അതിന് മുന്നേ 70,000, അതിന് മുന്നേ 60,000 കറക്റ്റ് പീരിയോഡിക്കായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അടുത്തായിട്ടൊരു ബഡ്ജറ്റ് ഇവിടെ കിടക്കുന്നത് വെച്ച് അല്പം ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഇത് റേഞ്ച് കുറഞ്ഞ വണ്ടിയാണ്. 2017 മോഡൽ വേണമെങ്കിൽ ഫുൾ ഫിനാൻസും ചെയ്തു തരാം. 2017 മോഡൽ, സിംഗിൾ ഓണർ, 34,000 കിലോമീറ്റർ, റെനോൾട്ട് കിഡാണ്. കിഡ് ചെറിയ വണ്ടി എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് വെച്ച് ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇതിൻ്റെ ചോദ്യം വന്നിട്ട് 2,70,000 വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ ചെയ്തു തരാമേ. ടയറൊക്കെ അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 17 മോഡലുണ്ട്. അത് 1000 cc ആണ്, 800 cc അല്ല, 1000 cc ആണ്, 1000 cc വണ്ടിയാണ്. 2019 മോഡൽ ഹുണ്ടായി ക്രെറ്റ, സിംഗിൾ ഓണർ, 27,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ലാസ്റ്റ് സർവീസ് വന്നിട്ട് 23,000. EX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, മിറർ ഫോൾഡർ, അഡ്ജസ്റ്റബിൾ, ഫോർഡോ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനകത്ത് വരുന്നുണ്ട്. പെട്രോൾ വേരിയൻ്റാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. അതാണ് 27,000 കിലോമീറ്റർ, 27,200 കിലോമീറ്റർ, 23 ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ്. ഇൻഷുറൻസ് വന്നിട്ട് പുതിയ ഇൻഷുറൻസ്. ചോദ്യം എത്രയാണ്? ചോദ്യം വന്നിട്ട് 8,15,000. പെട്രോൾ. മൈലേജ് എന്താണ്? ഒരു 14 വരെ കിട്ടുന്നൊരു മൈലേജ്, അത്രേ ഉള്ളൂ. ഒരു 2022 മോഡൽ ടാറ്റ ടിയാഗോ, സെക്കൻഡ് വേരിയൻറ്റ്, സിംഗിൾ ഓണർ, ഇതും കമ്പനി സർവീസ് തന്നെ, 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 18. ഫാബ്രിക്കാണ് സീറ്റ്. അത് ഇതും മറ്റേ ഇതിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ക്യാമും സെൻസറും ഉണ്ട്. സെൻസർ പിന്നെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്യാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ബാക്ക് സൈഡ് നോക്കിയാലും വൃത്തി തന്നെ, അതൊന്നും കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ അത്യാവശ്യം ടയറും ഉണ്ട്. ചോദ്യം എത്ര? ഇതിൻ്റെ ചോദ്യം വന്നിട്ട് 5,30,000. 5,30,000. ഇത് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്താ കാണുമ്പോൾ 7 അടുപ്പിച്ച് വരുന്നുണ്ട് ഓൺ റോഡ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ 1-2 വണ്ടിയാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ വണ്ടിയും ഫസ്റ്റ് ഓണർ വണ്ടിയും കമ്പനി സർവീസുമാണ്. അതായത് ഇപ്പം 75,000 ഓടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 70,000 സർവീസ് വന്നിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ വരുന്നു. ഇതിനകത്ത് ആക്സിഡൻറ്റ് കേസുണ്ടോ, റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് മാത്രമേ ആവശ്യമില്ലാതൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടതായിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ചോദിക്കേണ്ടതില്ല. അത്രയ്ക്കും നല്ല നല്ല വണ്ടികളാണ്. കാണുമ്പോഴും തൊടുമ്പോഴും അതിനെ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അനാവശ്യ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കായിരുന്നത്.
പിന്നെ നല്ലൊരു മെക്കാനിക്കലിനെയൊക്കെ കൊണ്ടുവന്നു നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവുക. നല്ല വണ്ടികൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയും നിങ്ങളിവിടെ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടികൾ കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടിയും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.